കേരള ഇൻസൈറ്റിൻ്റെ ഇലക്ഷൻ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജയന്തി രാജൻ, വനിതാ ലീഗിൻ്റെ നേതാവാണ്. മാത്രമല്ല ദേശീയ ലീഗിൻ്റെ 2 സ്ത്രീ അംഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആൾ. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ നിന്നും. വയനാട് നമുക്കറിയാം വളരെ പിന്നോക്ക മേഖലയായിട്ടുള്ള ഒരു ഇടമാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കാണുന്നത്, ഇന്നത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവം? 20 വർഷമായി പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. രാഷ്ട്രീയ, സാമൂഹ്യ, ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കും അപ്പുറത്ത് ഞാൻ മനുഷ്യരെ ചേർത്ത് നിർത്തി യാത്ര ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും, എല്ലാ സാമുദായിക സംഘടനകളുടെയും, എല്ലാ മനുഷ്യരുടെയും അവരുടെ സാമ്പത്തികം, സാമൂഹ്യം ആയ വ്യവസ്ഥിതികളുടെ വേർതിരിവുകളില്ലാതെ ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഈ ഒരു ദേശീയ തല ഭാരവാഹിത്വത്തിലേക്കാണ് താങ്കൾ എത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക്? എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും കോൺഗ്രസ് കുടുംബമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ കോൺഗ്രസിൻ്റെ ലീഡർ കൂടിയായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് മുസ്ലിം ലീഗിലേക്ക് ഞാൻ വരുന്നത്. മുസ്ലിം ലീഗ് ഞാൻ അതുപോലെ സുൽത്താൻ ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലങ്കര കത്തോലിക്ക രൂപതയുടെ ശ്രേയസ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി ഞാൻ 6 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ തുടക്കം 2006. അവിടെ നിന്ന് ആരംഭിച്ച പൊതുപ്രവർത്തന രംഗത്തെ സജീവമായ എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെ തട്ടിലെ ശാഖാ കമ്മിറ്റി മുതൽ ഇന്ന് ദേശീയ മുസ്ലിം ലീഗിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന പദവിയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ 100% ആത്മാർത്ഥമായി എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ അംഗീകാരം എന്നെ തേടി വന്നിട്ടുള്ളത്. ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത് പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുപോലെ ഞാൻ കൂടെ നിൽക്കുന്നെങ്കിൽ പേരിന് കൂടെ നിൽക്കാതെ അത് സത്യസന്ധമായി കൂടെ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തികഞ്ഞ ദൈവവിശ്വാസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കർമ്മം നമ്മൾ ചെയ്യുക, പ്രതിഫലം ദൈവം തരും എന്നുള്ളതാണ്. ഇപ്പോൾ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോഴും ഐക്യജനാധിപത്യ മുന്നണി ഏറെ ബഹുമാന്യനായ തങ്ങളിലൂടെ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിലൂടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൂത്തുപറമ്പിൽ നിൽക്കണം എന്ന് പ്രഖ്യാപിച്ചു. എൻ്റെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ വലിയ ആശങ്കയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നോക്ക ജില്ല എന്ന് വയനാടിനെ പറയും. പക്ഷേ വയനാട് വളരെ, നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂത്തുപറമ്പിനേക്കാൾ എത്രയോ വലിയ ഉയർച്ചയിൽ എല്ലാ സംവിധാനങ്ങളും, 3 ഇൻ്റർനാഷണൽ ലെവലിലുള്ള 3 കളിക്കളങ്ങൾ, സ്റ്റേഡിയങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിലുള്ള, ഇൻ്റർനാഷണൽ ലെവലിലുള്ള കളിക്കാർ അവിടെ വരാറുണ്ട്. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ കളിക്കാൻ അവിടെ സാധിക്കുന്നുണ്ട്. അവരുടെ ഹൃദയബന്ധങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതികൾക്കപ്പുറത്ത് അതിർവരമ്പുകളില്ലാത്ത ബന്ധങ്ങളും സ്നേഹവും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അത് ഈ കൂത്തുപറമ്പിലില്ല. ഒപ്പം എനിക്ക് തോന്നുന്നു കൂത്തുപറമ്പിലില്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ പിന്നോക്ക ജില്ല എന്ന് പറയുന്ന വയനാട്ടിലുണ്ട്. കൂത്തുപറമ്പിന് ഞാനിവിടെ വരുമ്പോൾ ആളുകൾ ഭയത്തോടുകൂടി അയ്യോ കൂത്തുപറമ്പാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ നാട്ടുകാരെന്നെ അയക്കുന്നത്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ മതവിശ്വാസികളും എല്ലാ മനുഷ്യരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് കൂത്തുപറമ്പിൽ എത്തട്ടെ എന്നുള്ളതാണ്. പക്ഷേ കൂത്തുപറമ്പിൽ വന്നു. ഈ 16 ദിവസം ഈ ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നി ഏകദേശം 1% മനുഷ്യർ മാത്രമാണ് ഇതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൈമാറുന്നതാണ്. എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യർ, ഇവിടെയുള്ള മനുഷ്യരൊക്കെ വളരെ ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുകയും സൽക്കാരപ്രിയരും അതുപോലെ തന്നെ നമ്മളോട് അതിയായ സ്നേഹമാണ്. ആ സ്നേഹം എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ നിന്ന് ഉള്ള മനുഷ്യരൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും, പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും, അവരുടെയൊക്കെ വിളിച്ചു പറയലുകളും അതിന് കാരണമാവാം. ഞാനെന്ന വ്യക്തിയെ ഇവിടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ടാവാം. ഇവിടെ കൂത്തുപറമ്പിൻ്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ പല അമ്മമാരെയും കാണുമ്പോൾ അവരുടെ കണ്ണുനീര് അത് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. പല സഹോദരിമാരും വൈദ്യപീഠത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങളുണ്ട്. സഖാവ് പുഷ്പൻ്റെ നാടാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു മൻസൂറിനെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ ടൈമിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവൻ്റെ അയൽവക്കത്തുള്ള ഉമ്മയുടെ 3 പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് അവർ നൊമ്പരപ്പെടുത്തുന്ന, എന്നോട് പറഞ്ഞ സങ്കടം, അവൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര്, അങ്ങനെ ഒരുപാട് പേര്. അതുപോലെ ഇവിടേക്ക് വന്നപ്പോൾ എനിക്കൊരു പ്രത്യേകത, ഞാൻ ആളുകളോട് കാലുകളിലൊക്കെ മുറിവും മുടന്തുമൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇതെന്താ പറ്റിയ ഷുഗറാണോ, ഇതെന്താ മുറിവുകളൊക്കെ മാറാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഷുഗറും മുറിവും ഒന്നുമല്ല, ഇത് പുനർജന്മമാണ്.
ഒന്ന് കൊന്നിട്ട് പോയതാണ്, അവിടെ നിന്ന് പുനർജനിച്ച് വരികയാണ്, ശരീരം മുഴുവൻ സ്റ്റീലാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെയും ഇവിടെ കാണുകയാണ്. ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായി വന്ന് ഹാഷിം ഖാ അടക്കമുള്ള ഒരുപാട് ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം ആ മനുഷ്യരെയൊക്കെ കണ്ട് ഇങ്ങനെ മടങ്ങുമ്പോൾ അവരുടെയൊക്കെ കണ്ണീരൊപ്പാൻ ഇവിടുത്തെ സ്ത്രീകളുടെ കരുത്തും കാവലും സംരക്ഷകയും ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം ഇവിടുത്തെ യുവജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ കൈമാറി ഇത്തരത്തിലുള്ള തീവ്ര രാഷ്ട്രീയം അവരുടെ ഉള്ളിൽ മുളയ്ക്കാതിരിക്കാൻ. കോളേജിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾ മതരാഷ്ട്രം ഉണ്ടാക്കാനല്ലേ വന്നത് എന്ന്. അപ്പോൾ പിന്നെ ആ കോളേജാണെങ്കിൽ വളരെ പവിത്രമായി കുട്ടികളെ അറിവ് പകർന്നു കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ നിന്ന് ആരോ വളർത്തിയൊരു കുഞ്ഞ് അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പകർന്നു കൊടുക്കുന്ന മനുഷ്യരിവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ആ കോളേജിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കുട്ടികളിൽ സമൂഹ നന്മ വളർത്താൻ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനം, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രമായി പുറം നാടുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം കൂടി, ഒരു പക്ഷേ മുസ്ലിം ലീഗ് ആദ്യമായിട്ടാണ് ഒരു 2 സ്ത്രീകൾ നിയമസഭയിലേക്ക് എത്തുകയാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിം ലീഗ് 2 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. LDFന്റെ നേതൃത്വത്തിലുള്ള ഒരാൾ പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു നിലയിലേക്കാണ് ഫാത്തിമ ദഹലി അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ എങ്ങനെയാണ്, ആ ഒരു ഫീൽ തന്നെയാണോ താങ്കൾക്ക്? ഞാൻ വന്ന ദിവസം തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ പോസിറ്റീവാണ്. ആളുകൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിനായി അപാലവൃത്തം ജനങ്ങളും എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഉറപ്പായും കൂത്തുപറമ്പ് ഞങ്ങൾക്കൊപ്പം നിൽക്കും ഈ ജനാധിപത്യം. മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള പിന്നെ തങ്ങളുമായിട്ട് ഇന്നലെ ഞങ്ങളുടെ ചാനൽ എഡിറ്റർ സംസാരിക്കേണ്ടായി. അപ്പം മുസ്ലിം ലീഗ് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഉണർവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീൽ കൂടെ സ്ത്രീകളുടെ 2 പേരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾ കാണുന്നു. അതുപോലെ താങ്കളെ പോലത്തെ ഒരാളെ ഇവിടെ ഈ കൂത്തുപറമ്പ് പോലത്തെ ഒരു പ്രദേശത്ത് പിന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ലീഗ് വഹിച്ചിട്ടുള്ള പങ്കിനെ ഞങ്ങൾ അങ്ങനെ കാണുന്നു. ഇപ്പോൾ ലീഗിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ UDFന്റെ രാഷ്ട്രീയം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ എങ്ങനെയാണ് അത് മാറ്റിമറിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. അത് തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടയാളമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ 100-ലേറെ സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണി പിടിക്കും. അതിലേറ്റവും മുന്നിൽ കൂത്തുപറമ്പ് ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്തോഷം. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ താങ്കൾക്കും താങ്കളുടെ പാർട്ടി നേതാക്കൾക്കും UDFന്റെ നേതൃത്വത്തിനുമൊക്കെ നന്ദി അറിയിക്കുന്നു. സന്തോഷം.